അത്യന്തം വിഷമമുണ്ടാക്കുന്ന സാഹചര്യമാണ് അവിടെ കഴിഞ്ഞ കുറേ മണിക്കൂറായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഇപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി വന്നതിനിടയിലാണ് ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. മകളുടെ നിലപാട് എന്താണ്? ബന്ധപ്പെട്ട് ടൗൺ ഹാളിലെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് MM ലോറൻസിന്റെ മകൾ ആശയും കൊച്ചുമകനും ഭൗതിക ശരീരത്തിന് അടുത്ത് നിലവിളിച്ച് പത്തിക്കരന്നുകൊണ്ട് നിൽക്കുന്നു. പാർട്ടി പ്രവർത്തകരും മക്കളും തമ്മിൽ ഒന്നും തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൊച്ചുമകനെ ചിലർ തടഞ്ഞു വെക്കുന്ന തരത്തിൽ എന്തൊക്കെയാണ് ഈ കാണുന്നത്? പ്രിയ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും അവിടെ സംഭവിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കാണുന്നത്? ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് താൽക്കാലികമായി സൂക്ഷിക്കാൻ കൊണ്ടുപോകണമെന്നായിരുന്നു കളമശ്ശേരി കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നത്. അതനുസരിച്ച് ഔദ്യോഗിക ബഹുമതികൾ നൽകിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആ സമയമാണ് MM ലോറൻസിന്റെ മകൾ ആശ അവിടേക്ക് എത്തുകയും അവർ പൊട്ടിക്കരയുകയും ചെയ്തത്. അവരവിടെ കൊച്ചുമകനൊപ്പം എത്തുകയും പൊട്ടിക്കരയുകയും അവിടെ കെട്ടിപ്പിടിച്ച് കരയുകയും തുടരുകയും ചെയ്തു. ആ സമയം പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യവുമായി അവിടേക്ക് എത്തുകയായിരുന്നു. അവർ മൃതദേഹത്തിന് സമീപം കൂട്ടമായി നിന്നുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചു, വനിതാ പാർട്ടി പ്രവർത്തകർ. ഒപ്പം അതിനിടയിൽ MM ലോറൻസിന്റെ മകൾ ആശയുടെ മകനെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ദേശത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ഉണ്ടാവുകയും നിലത്ത് വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആശയം നിലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. അത്തരത്തിൽ ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അതാണിപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മകൾ ആശ ഇവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. കൊച്ചുമകനടുത്തുണ്ട്. പോലീസ് എത്തി അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആരാണ് പിടിച്ചത്, കയ്യേറ്റമായ സാഹചര്യം എന്താണ് എന്നത് വ്യക്തമല്ല. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയായിരുന്നു ആശ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. മൃതദേഹം കിടന്ന കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും